ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ഒരാഴ്ച വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സംഭവബഹുലമായിരുന്നു അല്ലേ. ഒരാഴ്ച ചിന്തിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമധികം വോളറ്റൈലായിരുന്നു. ഒരു ഫുള്ളി ബെയറിഷ് മൊമെൻ്റമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഈ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ക്രെഡിറ്റ് പറയുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്തപ്പം അതിൻ്റെ ക്യാപ്ഷൻ എന്തായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാൻ എൻ്റെ ആ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കാം എന്താ സംഭവം. അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടത്. അപ്പം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ ചിന്തനീയമായിരുന്നു. കാരണം അപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ട്, അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഈ ആഴ്ച ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ സംശയം സാധൂകരിക്കത്തക്ക രീതിയിൽ, അതിനെ ശരി എന്ന് പറയത്തക്ക രീതിയിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് മൊമെൻറ്റം ആയിരുന്നു നമ്മൾ കണ്ടത്. ശരിയല്ലേ പറഞ്ഞത്? അപ്പം നോക്കിക്കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഡേ ടൈം ഫ്രെയിമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വരച്ച ഡേ ടൈം ഫ്രെയിമാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് നമ്മുടെ വീക്കിലി അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു കാരണവശാലും 13,000 വിട്ട് താഴോട്ട് പോകില്ല എന്ന് ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. മാർക്കറ്റ് 13,000 പൊട്ടിച്ച് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഈ ആഴ്ച മാർക്കറ്റ് നിൽക്കൂ എന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ എല്ലാവരെയും വളരെയധികം പരിഭ്രാന്തിപ്പെടുത്തിയെങ്കിലും മാർക്കറ്റ് എത്ര വരെ പോയി? 12,800, 12,900, 875, 900 വരെയൊക്കെ 800 എത്ര വരെ പോയി? 880, 12,880 വരെയൊക്കെ ഒരു ബെയറിഷ് മൊമെൻറ്റം കാണിച്ചെങ്കിലും മാർക്കറ്റ് അന്ന് തന്നെ തിരിച്ചെന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. എത്രല്ല ക്ലോസ് ചെയ്ത്? 13,100 മാർക്കറ്റ് തിരിച്ച് കയറി ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ കുറച്ച് പേർക്ക് ചെറിയ നഷ്ടം ഉണ്ടായി, കുറച്ച് പേർക്ക് നല്ല ലാഭം ഉണ്ടായി അല്ലേ. അതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗം, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഗം. ലാഭം നഷ്ടം എന്നുള്ള സംഭവങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിനകത്താണ് കാര്യം. ലാഭങ്ങളും നഷ്ടങ്ങളും ക്യാൻഡിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷേ അവിടെ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ വിന്നിങ് പ്രോബബിലിറ്റി. ഓക്കെ, എപ്പോഴും നമ്മളത് ചിന്തിക്കണം. ഓക്കെ, അത് മറന്നുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി വേറെ വിഷയത്തിലേക്ക് മാറിപ്പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ 13,000 മുകളിൽ തന്നെയാണ് നമുക്ക് ക്ലോസിങ് തന്നിരിക്കുന്നത്. ഒരു 13,000 താഴെ പോയപ്പം ശക്തമായിട്ട് അവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ ശക്തമായ മൊമെൻറ്റം കൊണ്ട് മാർക്കറ്റ് താഴെ പോയെങ്കിലും മാർക്കറ്റിനെ തിരിച്ച് കയറ്റി. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ലൊരു റാലി കണ്ടു. 25,500 ക്രോസ് ചെയ്ത് നിഫ്റ്റി. അപ്പം അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓൾ ടൈം ഹൈയിൽ എത്തി. അപ്പം ഈ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഭയങ്കര ബുള്ളിഷ് മൊമെൻറ്റത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നമുക്ക് ഈ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മിഡ് ക്യാപ്പും നമ്മുടെ നിഫ്റ്റിയുമായിട്ടോ ബാങ്ക് നിഫ്റ്റിയുമായിട്ടോ ഒരു കോറിലേഷനും ഇല്ല. ഇത് രണ്ട് വ്യത്യസ്ത ദിശകളിൽ സഞ്ചരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ ഫണ്ട് റൊട്ടേറ്റ് ചെയ്യും. അതായത് മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലോട്ടും ഫണ്ടുകൾ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയിലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പൈസ കൊടുത്തിട്ട് നമ്മുടെ മിഡ് ക്യാപ്പിൽ ഉള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള, എന്നാൽ നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്കുകൾ ആൾക്കാർ വാങ്ങിച്ചു കൂട്ടും. നമ്മുടെ റീറ്റെയിലേഴ്സ് ആയാലും HNIs ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ആ ടെമ്പററി ആയിട്ടെങ്കിലും ഈ ഫണ്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവരിവിടെ ഡീപ്ലോയ് ചെയ്തിട്ട് ഇവിടുന്ന് താഴെയുള്ള നല്ല സ്റ്റോക്കുകൾ മേടിക്കും. അവർക്കൊരു ലാഭം കിട്ടുമ്പോൾ അവർ ഇവിടുന്ന് വിറ്റുമാറും. അതുകൊണ്ടാണ് ഈ രണ്ടും ഓപ്പോസിറ്റ് ദിശകൾ സഞ്ചരിക്കാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അല്ലാതെ എല്ലാം ഒരേ ദിശകളിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പം ഇനി ഇവിടെ ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഡൗൺ ആണ്. ഓക്കെ, ഇവിടെ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ്, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ്. ഇവിടെ നിന്നാണ് എന്തെങ്കിലും ചെറിയൊരു ബെയറിഷ് മൊമെൻറ്റം ഉണ്ടായാൽ, സാധ്യതകൾ മാത്രമാണ് ഞാനീ പറയുന്നത്, എൻ്റെ ഒരു ഇൻഡ്യൂഷൻസ് മാത്രമേ ഞാനീ പറയുന്നത്. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഞാൻ ധരിക്കുന്നത് ഇവിടെ സപ്പോസ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ എല്ലാം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും, കാരണം ഓൾ ടൈം എനിക്ക് 12,500, 600, 700 വരെയൊക്കെ പോയി.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ഫണ്ട് ഇവിടോട്ട് വരാനുള്ള ഇൻഫ്ലോ വരാനുള്ള സാധ്യത, മിഡ് ക്യാപ്പിലോട്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നില്ലെങ്കിലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പെർഫോം ചെയ്തതുപോലെ മിഡ് ക്യാപ്പിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സ് ചിലപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ ലോവർ ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ആക്റ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇനി ഇവിടെ ആൾക്കാർക്ക് ചിലപ്പോൾ കയറാൻ പേടിയായിരിക്കും. ഇവിടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇനി ആൾക്കാർക്ക് ആ ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ ഹെവിയിലേക്ക് നിഫ്റ്റി 50-ലൊക്കെ കയറാൻ ആൾക്കാർക്ക് പേടിയായിരിക്കും. കാരണം ഹൈ വാല്യുവേഷനാണ്, ടോപ്പിൽ നിൽക്കുകയാണ് അതിലൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇച്ചിരി വാല്യുവേഷൻ കുറഞ്ഞുകൊണ്ട് ഫണ്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ ഒരു നിഗമനം മാത്രമാണ് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു പഠനം വെച്ച്, ഒരു ഊഹം വെച്ച് ഞാനിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, മൊമെൻറ്റം കാണിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ആഴ്ച ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,400 13,400 ഞാനിവിടെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വേണമെങ്കിൽ അയച്ചിട്ട് ഒന്ന് ബലപ്പെടുത്തിയേക്കാം. ഓക്കെ, ഈ ബ്ലൂ ലൈനാണ് 13,407. ഈ 13,407 മുകളിൽ മാർക്കറ്റ് ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വീക്കിൽ 13,407 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ അടുത്ത് പ്രതീക്ഷിക്കേണ്ട ഫർദർ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,600 650 ആയിരിക്കും. 13,600 650 മുകളിലൊന്നും മാർക്കറ്റ് ഈ ആഴ്ച പോകുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 13,400 കടന്നാൽ, 13,400 കടക്കണം. അതൊരു കടമ്പയാണ്, അതൊരു വലിയ കടമ്പയാണ്. ഓക്കെ, ആ കടമ്പ 13,400 കടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,600 650 റേഞ്ച് ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയണം. കാരണം നമ്മളുടെ ഡേ ടൈം ഫ്രെയിമിലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ ഏകദേശം 2 മാസം കൊണ്ട് വരച്ചിട്ടേക്കുന്ന ഈ ലൈനായത് ഇല്ലേ, ഈ ഡേ ടൈം ഫ്രെയിം. ഒരു വലിയ ട്രെൻഡ് ലൈൻ നമുക്കവിടെ കാണാം. ഈ ട്രെൻഡ് ലൈനിൽ കൂടാണ് നമ്മുടെ ഈ മിഡ് ക്യാപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഇതുവരെയായിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം എവിടെ വരുന്നത്? 13,600 650 റേഞ്ചിൽ വരുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ നമുക്ക് അവിടുന്ന് ചിന്തിക്കണം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. എന്തായാലും ഈ ആഴ്ചയിൽ അങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഡേ ടൈം ഫ്രെയിമിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീക്കിൽ സംഭവിക്കാനുള്ളത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 13,407 ക്രോസ് ചെയ്യണം. 13,407 ക്രോസ് ചെയ്ത് ഡേ ക്യാൻഡിൽ അവിടെ ക്ലോസിങ്, ഇതിന് 407 മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 13,600 650 ആയിരിക്കും. ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അവിടുന്ന് അങ്ങോട്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കുന്നില്ല, പക്ഷേ അടുത്ത ടാർഗറ്റ് 13,600 650 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. ഇനി നമുക്ക് താഴോട്ട് പോകാം. എല്ലാ നിഗമനങ്ങളും ശരിയാണെന്ന് ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മളിപ്പം പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവമായി പോകും. ഇപ്പോൾ എവിടെയോ ഞാനൊരു കമൻറ്റ് അതുപോലെ കണ്ടു, നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവമായി പോകും. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളിത് സാധ്യതകൾ മാത്രമാണ്, പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ പ്രോബബിലിറ്റി എത്രത്തോളം ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് ആക്യുറസി പറയാൻ പറ്റുമോ അതാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അത് ചിലപ്പം ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പം ഏത് വഴിക്കും പോവാം. പക്ഷേ നമുക്ക് എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ അവിടെ പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും പ്രോബബിലിറ്റി പറഞ്ഞു, മാർക്കറ്റ് ഇവിടെ വരെ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മേലോട്ട് പോകും. നമ്മളിതിൻ്റെ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ കോഷൻ എടുക്കാൻ പറ്റും. ശരിയല്ലേ? നിങ്ങൾക്ക് അപ്പോൾ അവിടെ ഒരു എന്ത് പ്രിക്വേഷൻസ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ട്രേഡിനകത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇതൊന്നും അറിയാതെ കണ്ണു അടച്ച് മേലോട്ട് പച്ച കണ്ട ചുവപ്പ് കണ്ട എടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അതിനകത്ത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒരു ഓപ്ഷൻ ബയർ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോ ആണത്. നിങ്ങൾ നിർബന്ധമായിട്ട് അത് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഇനി നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് ഒരു ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണണം. ഒത്തിരി പേര് കണ്ടിപ്പോൾ ആ വീഡിയോ, ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അത് ഗുണം ചെയ്യും. നിങ്ങളതുകൊണ്ട് ഞാൻ ഈ ഐ ബട്ടണിൽ ഇത് കൊടുത്തേക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം വരും. അത് 100% ഉറപ്പാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് താഴോട്ടുള്ള കാര്യം സംസാരിക്കാം. ഈ താഴോട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന് പ്രതീക്ഷകൾക്കെല്ലാം കടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 12,950 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ അവിടെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, 12,950 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ
പിന്നെ നമുക്ക് അടുത്ത കാണാൻ പറ്റുന്നത് 12,790 എന്ന് പറഞ്ഞൊരു ലെവലായിരിക്കും. അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് 12,600. ഈ 12,600 ബ്രേക്ക് ചെയ്ത് ഒരിക്കലും ഒരു കാരണവശാലും മിഡ് ക്യാപ്പ് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ 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 റെയറാണ്. ഓക്കെ, അപ്പം നമുക്ക് 12,600 ഫൈനായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു സാധ്യത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബേറിഷ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ബിഗ് ഫോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 13,000 പൊട്ടിക്കണം. 12,000 ബേസ് ലൈൻ പൊട്ടിച്ച് കഴിഞ്ഞ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് 12,790 ആയിരിക്കും. അതും പൊട്ടിച്ച് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് 12,600 ആയിരിക്കും. അങ്ങനെയൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഇത് മാർക്കറ്റാണ്, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതാണ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ വീക്കിലി നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനകത്തിൽ നമുക്ക് ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സിന് നിങ്ങൾക്ക് ഈ വീക്കിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 12,800 13,500 ഇതായിരിക്കും നിങ്ങളുടെ ഒരു സ്ട്രാങ്കിൾ പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ പറ്റും വീക്കിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. വീക്കിലി നിങ്ങൾ ഫസ്റ്റ് കോൺട്രാക്റ്റ് മൺഡേക്ക് ശേഷം മൺഡേ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വീക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13,500 ഒരു 12,800 റേഞ്ചിൽ നിങ്ങൾക്ക് സ്ട്രാങ്കിൾ നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും നിങ്ങൾ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷൻ ഫ്യൂച്ചർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12,790 വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഓപ്ഷൻ ഫ്യൂച്ചർ ബൈ ചെയ്യുക. 12,600 താഴെ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് ഒരു കാരണവശാലും പോകത്തില്ല. ഇത് ഞാനീ പറഞ്ഞ 12,600 എന്നൊക്കെ പറയുന്നത് ഏകദേശം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ അടുത്തടുപ്പിച്ചോട് വരും. ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്ത് പോയ ചരിത്രം നമ്മുടെ മിഡ് ക്യാപ്പിന് ഇല്ല. കണ്ടോ, അത് എപ്പോഴും അത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ വലിയ ക്യാൻഡിൽ നമ്മുടെ ഇലക്ഷൻ അന്നത്തെ ക്യാൻഡിൽ ഇത് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ തിരിച്ച് കയറി. അവിടെ റിവേഴ്സൽ വന്നെങ്കിലും തിരിച്ച് ആ ക്യാൻഡിൽ കയറിയിട്ടുണ്ട്. ഇത് ഒരു ഇവൻറ്റിൽ വന്ന സംഭവങ്ങളാണ്. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും മാർക്കറ്റ് അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇവിടെ 12,600 ഇപ്പം 12 ഫ്യൂച്ചർ ബൈ ചെയ്യാൻ 12,800 വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലോട്ട് ബൈ ചെയ്യാം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12,600 ഒരു ലോട്ടോടെ ആവറേജ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഫർദർ എന്തെങ്കിലും അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവൂ. ഇത് ഒരു കാരണവശാലും ഈ മാസത്തെ ഫ്യൂച്ചർ വാങ്ങിക്കില്ല, നെക്സ്റ്റ് മാസത്തെ ഫ്യൂച്ചർ മാത്രമേ നിങ്ങൾ പ്ലാൻ ചെയ്യാവൂ. ഓക്കെ, അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സ് വെയിറ്റേജിലോട്ട് വരാം. ഓക്കെ, ഇൻഡെക്സ് വെയിറ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് ഇനി നമ്മുടെ മാർക്കറ്റിനെ ഇൻഡെക്സ് നമ്മുടെ മിഡ് ക്യാപ്പിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു 5-6 സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ ഹോട്ടലാണ്. ഇന്ത്യ ഹോട്ടൽ നോക്കിക്കേ, ശക്തമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ചാനലിനകത്ത് കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഹ്യൂജ് നെഗറ്റീവ് ഉണ്ടായതിന് ശേഷം ഫുൾ റിക്കവറി വന്നു മാർക്കറ്റ് ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. കണ്ടോ, ഇന്ത്യ ഹോട്ടൽ ഇതാണ്. അപ്പോൾ ഇന്ത്യ ഹോട്ടൽ ഇത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേണം നമുക്ക് കണ്ടറിയാൻ. അങ്ങനെ ഒരു വലിയൊരു മൊമെൻറ്റം വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇത് റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് വരാറാണ് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം ഇന്ത്യ ഹോട്ടലിന്. ഇന്ത്യ ഹോട്ടൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിങ് കിട്ടിയാൽ നമ്മുടെ ഇൻഡെക്സും എന്ത് ചെയ്യും, പറക്കും. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നില്ലയോ എന്ന് നമ്മൾ നോക്കണം. ഒന്ന് ഇന്ത്യ ഹോട്ടൽ. അടുത്ത പെർസിസ്റ്റൻസ് സിസ്റ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾ ടൈം ഹൈ ആയിരുന്നു. ഓൾ ടൈം ഹൈ അടിച്ച് തിരിച്ചു വന്ന് ഇതേ നമ്മൾ വരച്ച ലൈനിൽ തന്നെ സപ്പോർട്ട് എടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാന്നുണ്ടെങ്കിൽ ഇതിനകത്തിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. ആരും ഇൻഡെക്സ് ഓപ്ഷനൊന്നും പോയി ചെയ്യരുതേ, ഉള്ള പൈസ വെറുതെ കളയില്ല. കാരണം അതൊക്കെ നല്ല ലക്ഷങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്റ്റോക്കിന് അതിലാരും പോയി ഓപ്ഷൻ ചെയ്യരുത്. അല്ലെങ്കിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതുപോലെ ഫണ്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആവശ്യം ചെയ്യരുത്. പക്ഷേ നിങ്ങൾക്കത് സ്വിംഗ് ട്രേഡിൻ്റെ ഇതൊക്കെ പരിഗണിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഈ ലെവലുകൾ വെച്ച് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് വേണമെങ്കിൽ ഇവിടെ പരിഗണിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇത് സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ചു വന്ന് റിക്കവറി കാണിച്ച് വീണ്ടും ഇതേ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ആ ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ എന്ത് ഫർദർ മൂവ് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഒരു ഓൾ ടൈം ഹൈ വീണ്ടും അതിന് കാണാം. അത് നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ലൂപ്പിനാണ്
ഇതൊക്കെ നമ്മുടെ ഇൻഡെക്സ് വെയിറ്റേജാണ്. ഈ ലൂപ്പിൻ നേരെ തിരിച്ച് താഴോട്ട് വന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് പൊട്ടിച്ച് താഴോട്ട് പോകുമോ മേലോട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടറിയണം. അടുത്ത കൊമൻസിൻ്റെയാണ്. കൊമൻസിൻ്റെ ഭയങ്കര വോളറ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര വോളറ്റൈലാണ്. നോക്കിയേ, ഈ ഒരു ചാനലിനകത്ത് കിടന്ന് കളിക്കുകയാണ് കൊമൻസിൻ്റെ ഇല്ലേ. അപ്പം പല പ്രാവശ്യം ഈ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്ക് തിരിച്ച് പോയ ചരിത്രം പല പ്രാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോളൂ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് രണ്ട് ഞാൻ വരച്ചിട്ടേക്കാം. ഇത് വര ആവശ്യമാണ്. ഇവിടെ കിടക്കട്ടെ ചുമ്മാതെ. ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കിടക്കട്ടെ ഇവിടെ ചുമ്മാതെ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വരച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ കിടന്നോട്ടെ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് സാധിക്കും. ഇതനുസരിച്ച് നമ്മുടെ ഇൻഡെക്സും മൂവ് ചെയ്യും. അത് മറന്നു പോകില്ല. അടുത്ത ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്ക് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തരാം. പണ്ട് നമ്മൾ വരച്ചൊരു എം പാറ്റേൺ ഓർമ്മയുണ്ടോ? നേരെ ഇങ്ങനെ തിരിച്ച് താഴ്ത്ത്. അതുപോലെ തന്നെ സംഭവിച്ച് മാർക്കറ്റ് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഇതിനകത്ത് വീണിരിക്കുന്നത്. കാരണം നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒക്കെ പോയി പറന്നെങ്കിലും ഈ ഫെഡറൽ ബാങ്ക് എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ബെയറിഷ് മൊമെൻറ്റിൽ നിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സപ്പോർട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിലെ നിങ്ങൾക്ക് 180 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം നോക്കാം. അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. HDFC AMC ഓൾ ടൈം ഹൈയിൽ പോയിട്ട് ഒരു ട്രെൻഡ് ലൈൻ, ഇത് കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ നോക്കണം. HDFC AMCയിലെ ഈ 43.78 ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊമെൻറ്റം, ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആരുടെയും സഹായമില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നാളെ മാർക്കറ്റ് എങ്ങോട്ട് പോകും, അല്ലെ പോയാൽ എവിടെ വരെ പോകും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അവസാനം നമുക്ക് കോഫോർജും കൂടെ നോക്കാം. കോഫോർജ് ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ നിന്നതിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടായി. ഓക്കെ, ഈ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നു. അപ്പം ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എന്താ വർക്ക് ചെയ്യുന്നില്ലേ, ഈ സംഭവം ഒരു മിനിറ്റ്, ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 70.88 ഓൾ ടൈം ഹൈ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നോക്കുക, ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോഫോർജ് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങോട്ട് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. 64 വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഇൻഡെക്സ് വെയിറ്റേജിനകത്തിലുള്ള മൂവ്മെൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങളുടെ ചാർട്ടിനകത്തിൽ വരച്ചിടുക. ഓക്കെ, ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു സക്സസ് ആയിട്ടുള്ള ട്രേഡർ ആകാൻ പറ്റത്തില്ല. അതായത് ചുമ്മാ അത് കണ്ണ് പഠിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പച്ച കണ്ട സിയും ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ പിയും എടുക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനിയും അടുത്ത ക്രൈറ്റീരിയയിലോട്ട് വരാം. അടുത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്ന സംഭവം. അതാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഫ്യൂച്ചർ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഫ്യൂച്ചർ ലെവല് ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോക്കിക്കേ, ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ഇത് പറയുന്ന പോലെ തന്നെ കറക്റ്റ് ഒരു ട്രെൻഡ് ലൈനിക്കകത്ത് കൂടാണ് ഫ്യൂച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം താഴത്തെ ഈ പറയുന്ന ഞാൻ ഈ വരച്ച ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ചാർട്ടിനതിലെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യണം എന്ത് ഫ്യൂച്ചർ. അങ്ങനെ റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡെക്സും അതുപോലെ തന്നെ മുകളിലോട്ട് പോകും. ഇല്ല, ഈ സംഭവം 12,960 പൊട്ടിച്ച് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് മൊമെൻറ്റ് നമ്മൾ ഇൻഡെക്സിനകത്ത് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറും കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ നന്നായിരിക്കും. ഇത്ര മാത്രമേ ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിട്ടിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ത് സംഭവിക്കുന്നു. ജസ്റ്റ് അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്കിനിയിപ്പം ഇൻട്രാഡേയിലേക്ക് തിങ്കളാഴ്ച നമുക്ക് എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഓക്കെ, എനിക്കൊന്ന് വീഡിയോ നീണ്ടുപോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ നീണ്ടുപോകുന്നു പറഞ്ഞ് നമുക്ക് കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻട്രാഡേ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഇൻട്രാഡേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 13,12,950 മാർക്കറ്റ് നിൽക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ്. ഈ ലെവലിലൊന്നും അവിടെ ഒന്നും മാറ്റങ്ങളൊന്നും വരുത്താനില്ല. നമുക്ക് ഇൻട്രാഡേ ലെവലിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻട്രാഡേ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
12,151 ഒരു ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ഓക്കെ, ഇതൊരു ഒരു ഒരു മേജർ സപ്പോർട്ടാണ് ഈ സാധനം. ഓക്കെ, ഇതിന് മുകളിൽ മാർക്കറ്റ് പോകുന്നോ ഇല്ലയോ നോക്കണം. ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവനെയും കൂടെ ഇൻട്രാഡേ ലെവലല്ലേ, നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ചെറിയ മൊമെൻറ്റുകളാണ് സാധ്യത കൂടുതൽ. നമുക്കത് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അടുത്തൊരു മൊമെൻ്റ് നമുക്ക് ഇതിനെ വരയ്ക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. ഓക്കെ, ഇത്രയും സംഗതി കളർ മാറ്റിയേക്കുക, ഇല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീല വരച്ചു എന്നൊക്കെ ചോദ്യം വരും. ഓക്കെ, ഇതെല്ലാം പച്ചയാക്കിയേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. തിങ്കളാഴ്ചത്തേക്കുള്ള സംഭവങ്ങൾ ഇത്രയുമാണ്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12,121 13,000 വരെ നമുക്കൊരു ലൈൻ, റെഡ് ലൈൻ കൂടെ വരയ്ക്കാം. ഇതൊരു സപ്പോർട്ടായിട്ട് നിൽക്കട്ടെ. എന്താ വരയ്ക്കാൻ ഒരു ഓക്കെ, ഇതിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഇത് റെഡാക്കിയേക്കാം. ഇതിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് 12,50, 12,140, 12,121 ഇതിനകത്താണ് നിൽക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും നോക്കിയിട്ട് മാത്രം നമുക്കൊരു, ഇനി ആരോ വരയ്ക്കണ്ടേ, ആരോയാണ്. ഇവിടെ നിന്ന് മേലോട്ട് പോയാൽ ഇത്, ഓക്കെ, അടുത്തത് ഇത് വരച്ചിട്ടേക്കാം. ഇവിടുന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പറ്റി ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ. ഇവിടുന്ന് മേലോട്ട് പോയാൽ ഇത്, അടുത്തത് ഇവിടം വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ 3 ആരെയാണ് ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തിങ്ങനെ പോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇനി ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതായിരിക്കും. $13,000 ഒരു കട്ട സപ്പോർട്ടായിരിക്കും നമുക്ക്. അതിനുശേഷം അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇവിടെ വരയ്ക്കണം, ഈ ലാസ്റ്റിലോ. ഓക്കെ, ഇത് പൊട്ടിയാൽ പിന്നെ ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. ഇതൊക്കെ ഒരു ഭീകര സെല്ലാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. എന്നാലും വരച്ചിട്ടേക്കാം, പറയാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഗ്രീൻ മാത്രം വരച്ചതുകൊണ്ട് എന്തുമാത്രം വിമർശനം ഞാൻ ഏറ്റുവാങ്ങിയെന്നറിയാം. എനിവേ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ പോയി. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം ഇത്രയാണ് നമുക്ക് തിങ്കളാഴ്ച ഇൻട്രാഡേയിലേക്കുള്ള ലെവലുകൾ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാൻ നോക്കുക. ഇതിനകത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ലൈവ് മാർക്കറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ, പ്രൈസ് ആക്ഷൻ്റെ ലെവൽ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വരച്ചിട്ട ലെവലുകളൊക്കെ നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചിടുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിരുന്ന ഓപ്ഷൻ ബയേഴ്സിനെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അതിനുശേഷം ഇത് കാണുക. അങ്ങനെയൊക്കെ പിന്നെ ധാരാളം പ്രൈസ് ആക്ഷൻ്റെ സീരീസുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കാണാം. നിങ്ങളെല്ലാം സ്വന്തമായിട്ട് പഠിക്കുന്നേ. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഒരാളെ ആശ്രയമില്ലാതെ സ്വന്തമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ഒരു ട്രേഡ് വിജയിപ്പിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ആത്മസുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമായിരിക്കും. നിങ്ങളത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ചാർട്ടിനകത്ത് ഒരു ട്രേഡ് കണ്ടുപിടിച്ച് ആ ട്രേഡ് എടുത്ത് നിങ്ങൾ വിജയിച്ച് പ്രോഫിറ്റിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ, നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോൺഫിഡൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വിജയിക്കുമ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ആവേശം വരും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ട്രേഡ് സ്വന്തമായിട്ട് കണ്ടെത്തി അത് വിജയിച്ച് അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പം നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ കൂടും. അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള മനസ്സിൻ്റെ ത്വര, അതാ അതിൻ്റെ കറക്റ്റ് ത്വര, അത് നിങ്ങൾക്ക് കൂടും.
മനസ്സിലായോ? അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയത് പലതും നിങ്ങൾ ചാർട്ടിനത് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ ചാർട്ടിനെ തിരക്കി പുതിയത് കണ്ടെത്താനുള്ള ശ്രമം നിങ്ങൾ തുടങ്ങും തോറും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആവേശം വരും. ഇതെനിക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വിജയിക്കുന്നത്. ഓക്കെ, അപ്പം എന്നെ യൂട്യൂബിൽ കാണുന്നവർക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി ലെവൽസുകളൊക്കെ ഇടാൻ വേണ്ടി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലെവലുകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് കിട്ടും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ കൂടെ എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.